ഇന്നൊരു സ്പെഷ്യൽ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അവിലും അതുപോലെ തന്നെ ഒരു 4 പീസ് ബ്രെഡും ഉണ്ടെങ്കിൽ ഒരു അടിപൊളി കിടിലൻ വട തയ്യാറാക്കിയെടുക്കാം. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതെന്താണെന്നുള്ളത് കാണാൻ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് ഞാനിത് അവിടെ ഒരു 3 കപ്പ് അവിൽ എടുത്തിട്ടുണ്ട്. ബ്രൗൺ കളറിലുള്ള അവിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നമുക്ക് ആദ്യം തന്നെ ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കണം. അപ്പോൾ ഇതിൽ ഒരുപാട് അഴുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ഒരു 2-3 പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കുക. അരിയൊക്കെ കഴുകുന്ന പോലെ തന്നെ ഒന്ന് അങ്ങ് കഴുകിയെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ നമ്മൾ നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം നല്ല വെള്ളത്തിൽ കുറച്ച് നേരം ഒരു 10-15 മിനിറ്റോളം നമുക്ക് ഇതൊന്ന് കുതിർത്തിയെടുക്കണം. എന്നതിന് ശേഷം നമ്മൾ അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടോ അല്ലെങ്കിൽ ഒരു അരിപ്പയിലിട്ടിട്ട് ഒന്നങ്ങ് അരിച്ചെടുത്തിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞെടുത്തതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ കഴുകി വെച്ചിട്ടൊന്ന് നന്നായിട്ട് ഒന്നങ്ങ് കുഴച്ചെടുക്കാം. ഇതുപോലെ ഇങ്ങനെ കട്ടയൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ഒരു 4 പീസ് ബ്രെഡ് എടുക്കുക. അതൊന്ന് നന്നായിട്ട് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 അടിഭാഗവും അതുപോലെ തന്നെ 2 സ്ലൈസ് നല്ല ബ്രെഡുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഒന്ന് നന്നായിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ അവിലൊക്കെ നല്ല രീതിയിൽ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ ഒരു ബ്രെഡ് പൊടിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു 4 സ്ലൈസ് ബ്രെഡ് മൊത്തത്തിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പൊടിച്ചത്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉള്ളി, അതായത് ഒരു ഉള്ളി ചെറിയ പീസോളം കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഒരു 4-5 പച്ചമുളകാണ്. പിന്നെ ചെറിയ പീസ് ഇഞ്ചി അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരല്പം കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിൽ 1 ടീസ്പൂണ് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് ചതച്ചെടുത്ത് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് നല്ല ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമുക്ക് കായപ്പൊടിയാണ്. കായപ്പൊടി ഞാനിതാ ഇതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിന് ഉപ്പാണ്. ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കണം. അവിൽ നമ്മൾ നന്നായിട്ട് കുതിർത്തി എടുത്തുകൊണ്ട് തന്നെ നമ്മൾ ഇതിലേക്ക് ഇനി വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. ഇതുപോലെ നമ്മൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. ഇനി നമുക്ക് കയ്യിൽ കുറച്ചൊന്ന് ഓയിൽ തടവിയതിന് ശേഷം നമുക്കിതാ ഇതുപോലെ ഇങ്ങനെ കുറച്ചെടുത്തിട്ട് ഒന്ന് വടൻ്റെ ഷേപ്പിലൊന്നാക്കിയെടുക്കാം. അപ്പം നമ്മളിത് കനം കുറച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഉള്ളൊക്കെ വെന്ത് വരും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒരു ഹോളൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് ഓയിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പം നമ്മളിതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം പൊരിച്ചെടുക്കാൻ. പെട്ടെന്ന് തന്നെ നമുക്കിത് പൊരിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നല്ലൊരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ ഇതിന് മുമ്പ് ചോറ് വെച്ചിട്ട് ഒരു റെസിപ്പി തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ വടയൊക്കെ നല്ല അടിപൊളിയായിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഈ ഒരു ചീനച്ചട്ടിയിൽ 3 എണ്ണോളം ഇട്ടിട്ട് നമുക്ക് പൊരിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ഇതാ ബാക്കിയുള്ളതൊക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതാ കണ്ടില്ല, നല്ല ഉള്ളൊക്കെ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതോടൊപ്പം തന്നെ എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തീർച്ചയായിട്ടും ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികളുമായിട്ട് വീണ്ടും കാണാം. താങ്ക്